പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, രക്ഷയ്ക്കുള്ള ഒറ്റ വഴി നമുക്ക് കാണിച്ചിരിക്കുന്നത് നിത്യദൈവമായ സത്യദൈവമായ യേശു കർത്താവാണ്. ദൈവത്തെ അറിയണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ഒരു വഴിയില്ല. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർ 1:3, ഹീബ്രൂസ് ചാപ്റ്റർ 1:3. അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദ സൺ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയാണവൻ. അതിൻ്റെ റേഡിയൻസ് പുത്രനായ യേശു തന്നെയുമല്ല, അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. താൻ സകലത്തെയും വഹിക്കുന്നവനാണ്. ഈ നല്ല ദൈവത്തെ, സത്യദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവവുമായി ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം കുഞ്ഞെ നിനക്ക് പുലർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റത്തുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. ജീസസ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. കൊലോസ്യർ 1:15 നാം ഇങ്ങനെ കാണുന്നുണ്ട്: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. മനസ്സിലാക്കണമേ, ദൈവത്തെ നാം ആരും കണ്ടിട്ടില്ല. അവൻ അദൃശ്യനാണ്. ആ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. എന്തു മനസ്സിലായി? പ്രൈസ് ദ ലോർഡ്. ഹീ ഈസ് ദ ഇമേജ്. ഹീ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 14:7 ഇങ്ങനെ പറയുന്നുണ്ട്: പ്രൈസ് ഗോഡ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത്, ദൈവത്തെ അറിയണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നാം അറിയത്തില്ല. യേശുവാണ് വഴി, സത്യം, ജീവൻ. പിതാവിൻ്റെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവിൽ വസിക്കണം. നാം യേശു കർത്താവിൽ വസിക്കണം. നാം അവൻ്റെ വഴിയിൽ വസിക്കുന്നവർ ആയിരിക്കണം. ദൈവത്തെ ഒരിക്കലും നാം ഡിസൊബേ ചെയ്യരുത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21, 22 and 23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ അവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, എൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തും പറയും. എത്ര സങ്കടകരമായ കാര്യമാണ് അല്ലേ? അറിയാമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഞാൻ ഇങ്ങനെ നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ, ദൈവമേ കർത്താവേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേൾക്കുന്നത്: ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു, എവേ ഫ്രം മീ യു ഈവിൾ ഡൂവേഴ്സ്. ദോഷം പ്രവർത്തിക്കുന്നവരെ, ദുഷ്ടത ചെയ്യുന്നവരെന്നുള്ള വിളിയും കേൾക്കും. യേശുവിൻ്റെ നാമം നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല. അവനുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് നാം വരണം. മത്തായി 7 അതുകൊണ്ടാണ് പറയുന്നത്: കർത്താവേ കർത്താവേ, ലോഡ് ലോഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. ആ പറച്ചിൽ നിങ്ങളെ രക്ഷിക്കത്തില്ല. ആ ഈവിൾ ഡൂവേഴ്സിനോട്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് ദൈവം പറയുന്ന,
ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തീയ ജീവിതം നയിച്ച് ഡിവോഷൻ സ്റ്റഡിയൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ചൊക്കെ മുന്നോട്ട് ചെന്നിട്ട് ഈ ഒരു ശബ്ദമാണ് സ്വർഗത്തിൽ നമുക്ക് കേൾക്കുന്നെങ്കിൽ ഇതിൽ പരം കഷ്ടമായിട്ടുള്ളൊരു കാര്യം ഇല്ല. നാം എന്താ കേൾക്കേണ്ടത്? യേശു കർത്താവ് പറയണം, കുഞ്ഞേ, നീ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നിന്നോടുകൂടെ ആയിരിക്കുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയവും ഞാനും നീയുമായിട്ട് ചെലവഴിച്ച ഓരോ മൊമെൻറ്റും ഓരോ ദിവസവും ഞാൻ റിയലി എൻജോയ് ചെയ്തു എന്ന് യേശു കർത്താവ് പറയുവാണെങ്കിൽ എത്ര സന്തോഷമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിസിബിൾ ഫ്രൂട്ടാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഫലമായിട്ട് കാണും. ആ ഫലത്തിൽ നിന്ന് നമുക്കറിയാം, ആ പ്രവൃത്തിയിൽ നമുക്കറിയാം നാം സത്യമായി വസിച്ചിരുന്നത് ക്രിസ്തുവിലായിരുന്നോ എന്ന്. നാം അവൻ്റെ കൂടെയാണോ ഓരോ ദിവസം നടന്നതെന്ന് നമുക്ക് മനസ്സിലാകും. എപ്പോഴാണ്? നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം നമുക്ക് മനസ്സിലാകും. യേശു കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് അവനോട് ക്ലോസായി നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിതം കഴിച്ചു കൂട്ടുവാൻ്റെ കൊണം ഏൽപ്പിച്ചു കൊടുക്കാമേ. അത് നമ്മുടെ ജീവിതത്തിൽ നിത്യസന്തോഷം കൊണ്ടുവരും. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ അറിയാം? നാം ഒരു വ്യക്തിയെ നല്ലവണ്ണം അറിയുന്നത് നാം വ്യക്തിയോടുകൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും ഈ സെയിം പ്രിൻസിപ്പിളാണ് ആപ്ലിക്കബിൾ. ടൈം ഈസ് റിക്വയർഡ് ഫോർ എനി റിലേഷൻഷിപ്പ് ടു ഗ്രോ. ഒരു റിലേഷൻഷിപ്പ് വളരണമെങ്കിൽ സമയം ആവശ്യമാണ്. അപ്പം നമുക്ക് ദൈവവുമായിട്ട് ക്ലോസർ ആകണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് അവൻ്റെ തിരുവചനവുമായിട്ട് ഇരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ കൂട്ടണം. സീക്ക് ഗോഡ് ഇൻ ദ ബൈബിൾ. നമുക്ക് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന് പേഴ്സണാലിറ്റി ഉണ്ട്, വാല്യൂസ് ഉണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് അവനെ അറിയാൻ പറ്റും, അവൻ്റെ ക്യാരക്ടർ അറിയാൻ പറ്റും? ബൈ ദ ബൈബിൾ. പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ തിരുവചനം, അതിനകത്ത് നാം കാണുന്നത് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സ് കാണാം. ഹിസ്റ്റോറിക്കൽ കഥകളെല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം വെളിവാക്കുന്നത് ദൈവം ആരാണെന്നും അവൻ്റെ ക്യാരക്ടർ എന്താണെന്നുമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ മുഴുവൻ നാം കാണുന്നത് ഇൻകാർണേറ്റ് ജീസസിനെയാണ്. തന്നെയുമല്ല, വരാനിരിക്കുന്ന മെഷിയയെക്കുറിച്ചുള്ള പ്രോഫസികളുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്നത് വി സീ ജീസസ് ഇൻ ദ ഫ്ലഷ്, ദ റിവീൽഡ് മെസ്സിയ. നമ്മൾ കാണുന്നത് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെയാണ്. നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. ബൈബിളിലെ യേശു ആരാണെന്ന് മനസ്സിലാക്കുവാനും നമ്മളെ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിക്കുവാനും തക്കവണ്ണം നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. കണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മെ ടീച്ച് ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മെ പലതും ഓർപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ശിഷ്യന്മാർ, ഒന്നും മനസ്സിലാക്കാത്ത ശിഷ്യന്മാർ കടലിൽ കൂടെ നടന്ന് വരുന്നത് കണ്ടപ്പോൾ യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. യേശു കർത്താവിനെ പറ്റി അവർ പറഞ്ഞു, യേശു ഭൂതമാണെന്ന്. ഭൂതമാണോ? അല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാ കാര്യവും പഠിപ്പിക്കും. നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് എ ഗുഡ് ഗൈഡ്
ഹോളി സ്പിരിറ്റ് ഈസ് എ ടീച്ചർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ടീച്ചേഴ്സ് ദ ടീച്ചബിൾ. പഠിക്കാൻ മനസ്സുള്ളവരെ അവൻ പഠിപ്പിക്കത്തുള്ളൂ. അങ്ങനെ വചനം പഠിച്ച് നാം മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായി നിൽപ്പാൻ ഗുണം ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ഈസ് പെർസ്യൂയിങ് എസ് ഡെയിലി. മറന്നു പോകരുതേ. ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ വചനത്തോട് യേശുവിനോട് അടുത്തിരുന്ന് കൂടുതൽ സമയം അവനുമായി ചെലവഴിച്ച് യേശുവിനെ അറിയേണ്ട പോലെ അറിയുവാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.